മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ധാരാളക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഭൂമിയിൽ എന്തോ ഒരു മഹത്തായ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. ആ അറിവ് അദ്ദേഹം ഒരു സമൂഹത്തെ, ഒരു മനുഷ്യവിഭാഗത്തെ ചുരുങ്ങിയ വർഷം കൊണ്ട് മഹത്തായ ഒരു വിപ്ലവത്തിന്, പരിവർത്തനത്തിന് വിധേയമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. നാം ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അപരിഷ്കൃതർ എന്ന് അടിവരയിടാൻ വേണ്ടി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 6-ാം നൂറ്റാണ്ട് എന്ന് വിളിച്ച് നാം പരിഹസിക്കുന്ന ആ കാലത്തെ ഒട്ടും പരിഷ്കാരങ്ങളൊന്നുമില്ലാത്ത, പരസ്പരം കൊന്നും കൊലവിളിച്ചും ജീവിച്ചു കൊണ്ടിരുന്ന, ധർമ്മമെന്ത് അധർമ്മമെന്ത്, സത്യമെന്ത് അസത്യമെന്ത് എന്നൊന്നും വേർതിരിച്ചറിയാനോ ചിന്തിക്കുവാനോ അവസരങ്ങളോ ശേഷിയോ ഇല്ലാത്ത, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത, മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യജീവിതം എന്നതിനെക്കുറിച്ചുള്ള വലിയ ആലോചനകളോ ചിന്തകളോ ഒന്നും നടത്താതിരുന്ന ഒരു സമൂഹത്തെയാണ് 23 വർഷക്കാലം കൊണ്ട് ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളുണ്ടാക്കി, മാറ്റങ്ങളുണ്ടാക്കി, ചരിത്രത്തിലുടനീളം അവരുടെ ജീവിതം രേഖപ്പെടുത്തി വെക്കാനുള്ള വലിയ ചരിത്രരേഖകൾ അദ്ദേഹം നിർമ്മിച്ചു. ഒരു വ്യക്തിയിലല്ല, ധാരാളക്കണക്കിന് വ്യക്തികൾ, ഒരു സമൂഹത്തെയല്ല, അനേകം സമൂഹങ്ങളെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ, അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ ജീവിത പാഠങ്ങളിലൂടെ, ജീവിത മൂല്യങ്ങളിലൂടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ഈ ഒരു ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് എന്താണ് പ്രവാചകന്മാർ, പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചതെന്തിനാണ്, ആരാണ് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങളും സംശയങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. ഇതിൽ പ്രവാചകന്മാരെന്നുള്ളത് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് ധാരാളം പ്രവാചകന്മാർ ഇവിടെ വന്നുപോയിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരും ഭൂമിയിൽ മനുഷ്യർക്ക് നേർവഴി കാണിക്കുവാനും, സന്മാർഗം കാണിച്ചു കൊടുക്കുവാനും, ശരിയുടെ വഴിയേതെന്ന് ചൂണ്ടിക്കാണിക്കുവാനും, ജീവിച്ച് കാണിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് അവരുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഭൂമിയിൽ വന്നുപോയ എല്ലാ പ്രവാചകന്മാരും ഏകനായ ദൈവത്തെ വിളിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും, ഏകനായ ദൈവത്തിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനകളും വിശ്വാസങ്ങളും വെച്ചു പുലർത്താവൂ എന്നും, ആ ദൈവത്തിൻ്റെ മാർഗത്തിൽ മാത്രമേ, ദൈവത്തിൻ്റെ നിയമങ്ങളിൽ മാത്രമേ മനുഷ്യർക്ക് ഈ ലോകത്തും പരലോകത്തും ജീവിതത്തിൽ സമാധാനവും ശാന്തിയും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൻ്റെ 3 അടിസ്ഥാനം, അതായത് മുഹമ്മദ് നബിയിലൂടെയാണ് വിശുദ്ധ വേദമായ ഖുർആൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിൻ്റെ കൂടി അടിസ്ഥാന പാഠങ്ങൾ എന്ന് പറയുന്നത് 3 പാഠങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് എന്ന് നമ്മൾ പറയുന്ന ഏകദൈവ സങ്കല്പമാണ്. ഏകദൈവം എന്നുള്ളത് ഭൂമിയിലുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യർ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ധർമ്മപാഠങ്ങൾ, ഇതൊക്കെ പകർന്നു നൽകാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ ദൈവം തമ്പുരാൻ പഠിപ്പിക്കുന്നതാണ് ഏകദൈവ സങ്കല്പം എന്ന് പറയുന്നത്. ഈ ഏകദൈവത്വം അല്ലെങ്കിൽ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അത്തരമൊരു വിശ്വാസം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പരലോകമാണ്. പരലോകം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭൂമിയിൽ നന്മയും തിന്മയും ചെയ്യുന്ന ധാരാളം മനുഷ്യരുണ്ടാകും. ഇവിടെ നേർവഴി കണ്ടെത്തി നന്മയുടെ പാതയിൽ ജീവിച്ച് നാളെ മരിച്ചു കഴിഞ്ഞാൽ പരലോക ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കുക എന്നുള്ള ഒരു പരലോക സങ്കല്പവും പ്രവാചകന്മാർ മുന്നോട്ട് വെക്കുന്നു. മൂന്നാമത്തേത് പ്രവാചകത്വം അല്ലെങ്കിൽ പ്രവാചക ദൗത്യം എന്താണ് എന്നുള്ളതാണ്. ആ പ്രവാചക ദൗത്യത്തിലൂടെ പ്രവാചകന്മാർ ഭൂമിയിലേക്ക് എന്തിനയക്കപ്പെട്ടു, അവരെന്ത് ധർമ്മമാണ് ഭൂമിയിൽ നിർവഹിക്കുന്നത്, എന്താണ് ഒരു പ്രവാചകന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ 3-1 ഭാഗം വിശദീകരിക്കുന്നു. പ്രവാചകന്മാരുടെ ജീവിത പാഠങ്ങളും വിശദീകരിക്കുന്നു. അപ്പോൾ ഈ 3 അടിസ്ഥാനങ്ങൾ മനുഷ്യർക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്
വേദങ്ങളുടെയും പ്രവാചക നിയോഗത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് മതവിശ്വാസങ്ങളും സങ്കല്പങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. മതവിശ്വാസം എന്നുള്ളത് തന്നെ പഴഞ്ചൻ ഏർപ്പാടാണെന്നും മതമുപേക്ഷിക്കലാണ് പുരോഗമനമെന്നും ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഏത് വിശ്വാസമായാലും ദൈവിക വിശ്വാസം പഴഞ്ചനാണെന്നും അത് മനുഷ്യന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നു എന്നും ഇവിടെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ദൈവിക ബോധത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറകളെക്കുറിച്ച്, ദൈവികമായിട്ടുള്ള വിശ്വാസം മനുഷ്യർക്ക് എന്ത് ജീവിത മൂല്യങ്ങളാണ് ഭൂമിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് മുഹമ്മദ് നബി നമ്മെ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ്. അത്തരം പാഠങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. മതം എന്നുള്ളത് കേവലം ആരാധനാലയങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട ഒരു സംഗതിയല്ല എന്നും, ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും സ്വകാര്യമായി ചെയ്യേണ്ട ഒരു ഇടപാടല്ല മതം എന്നുള്ളതും മുഹമ്മദ് നബി പഠിപ്പിച്ചു. അദ്ദേഹം ഏതെങ്കിലും പള്ളിമൂലകളിലോ ആരാധനാലയങ്ങളിലോ കയറിയിരുന്ന് അദ്ദേഹം വലിയ വലിയ മഹത്വചനങ്ങൾ പ്രഖ്യാപിക്കുകയോ പ്രസ്താവിക്കുകയോ അല്ല. നേരെ മറിച്ച് ജനങ്ങളോടൊപ്പം തെരുവിലും അങ്ങാടിയിലും യുദ്ധങ്ങളിലും സമരങ്ങളിലും കുടുംബജീവിതത്തിലും എന്ന് തുടങ്ങി ഒരു രാഷ്ട്രത്തിൻ്റെ നായകൻ പോലുമായി എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നുപോയിക്കൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയ പാഠങ്ങൾ മനുഷ്യർക്ക് പകർന്നു നൽകുകയായിരുന്നു മുഹമ്മദ് നബി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് മതം കേവലം വ്യക്തിയിലോ ആരാധനാലയങ്ങളിലോ ഒതുങ്ങേണ്ടതല്ല, മതത്തിന് ചില സാമൂഹിക മാനങ്ങൾ കൂടിയുണ്ട്, സാമൂഹികമായിട്ടുള്ള ചില അടയാളപ്പെടുത്തൽ കൂടി മതങ്ങൾക്കുണ്ട് എന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി ഈ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത്. ആ ഒരു സാമൂഹ്യ കാഴ്ചപ്പാട് എന്നുള്ളത് നാം ഇന്ന് പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ജീവിതം കാലിക പ്രസക്തമാകുന്നത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടേതായ ഒരു ലോകത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന, അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്ന, തൊട്ട് അയൽപക്കത്ത് ജീവിക്കുന്നവരുടെയോ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരുടെയോ ഒന്നും കാര്യങ്ങളെക്കുറിച്ച് ഒരു വിധത്തിലും ചിന്തിക്കാത്ത ആളുകളുള്ള ലോകത്താണ് മുഹമ്മദ് നബിയുടെ ജീവിത പാഠങ്ങൾ കാലിക പ്രസക്തമായി എന്നും ഈ ലോകത്ത് മനുഷ്യരെ നേരിലും നന്മയിലും നയിക്കാൻ മാത്രം ശേഷിയുള്ള അത്തരം ജീവിതത്തിൻ്റെ വലിയ സൗന്ദര്യങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയുന്ന, വലിയ തുറസ്സുകളെ ഉണ്ടാക്കാൻ സാധിക്കുന്ന വലിയ ജീവിത പാഠങ്ങളായിട്ട് മുഹമ്മദ് നബിയുടെ ജീവിതം ഇവിടെ വരുന്നത്. ആ നിലക്ക് മുഹമ്മദ് നബിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധാരാളമായിട്ട് വായിക്കാനും പഠിക്കാനും നമ്മൾ അവസരം കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സെമിനാർ അത്തരമൊരു അവസരം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് നാം. ഇന്ന് മുഹമ്മദ് നബി എന്തൊരു ജീവിതമാണോ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചത്, ആ ജീവിതത്തിൻ്റെ സൗന്ദര്യം, ആ ജീവിതത്തിൻ്റെ വിശാലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇന്ന് നാം ഏറ്റവും അധികം വിമർശനപരമായി കേട്ടുകൊണ്ടിരിക്കുന്നതും മുഹമ്മദ് നബിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ജീവിതം, കുടുംബം തുടങ്ങി അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമർശനത്തിൻ്റെ വലിയ കെട്ടുകൾ അദ്ദേഹത്തിൻ്റെ മേൽ കാണാൻ കഴിയും. ഈ വിമർശനത്തിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ കൂടി നമ്മൾ നടത്തണം. ലോകത്ത് ഇത്രയധികം ജനങ്ങൾ പിൻപറ്റുന്ന ഈ ഒരു വ്യക്തിത്വം എന്നുള്ളത് തീർച്ചയായിട്ടും ആ വിമർശനത്തിൻ്റെ പിറകിലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അവിടെ മുഹമ്മദ് നബിയെയും അദ്ദേഹം കൊണ്ടുവന്ന ഈ ഇസ്ലാമിനെയും താറടിച്ച് കാണിക്കുക, സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റായി ചിത്രീകരിക്കുക, മോശമായി അടയാളപ്പെടുത്തുക എന്ന ഇസ്ലാമോഫോബിക് ചിന്തയിൽ നിന്നാണ് ഇത്തരം വിമർശനങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു വ്യക്തിത്വം മുഹമ്മദ് നബി തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ഇസ്ലാമാണ്. ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് നമ്മൾ കേട്ട് മാത്രം ശീലിച്ച ഒരുപാട് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ പലതും ഇസ്ലാമിനെ കുറിച്ചുള്ള യഥാർത്ഥ വായന നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ന് നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന സംഗതികളെല്ലാം അദ്ദേഹം അന്നെടുത്ത ചില തീരുമാനങ്ങൾക്കും നയങ്ങൾക്കുമൊക്കെ പിറകിൽ വേറെ ചില ലക്ഷ്യങ്ങളും വേറെ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എതിരാളികൾ പോലും പ്രവാചകൻ ജീവിച്ച കാലത്തും ഇന്നും
എതിരാളികൾ പോലും തീർച്ചയായിട്ടും കല്ലുവെച്ച നുണകൾ പ്രവാചകന്റെയും പ്രവാചക കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രവാചകനെ കുറിച്ച് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നാണെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തെ അത്തരം അടയാളപ്പെടുത്തലുകളിൽ അദ്ദേഹം ചില ആത്മീയമായിട്ടുള്ള മേഖലകളിൽ മാത്രം ചില അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു മനുഷ്യനായിട്ട് അറിഞ്ഞാൽ മതി എന്നുള്ള ചില ചിന്തകളിൽ നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രവാചക ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ യുക്തിഭദ്രതയെക്കുറിച്ചൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ അർത്ഥത്തിലുള്ള അതിൻ്റെ നന്മകളെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണകൾ അകറ്റാൻ ഇത്തരം ഒരുമിച്ചുകൂടലുകൾ, ഇത്തരം സദസ്സുകൾ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരിമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സമാധാനവും കരുണയും എല്ലാവരിലും വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.